ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മാറ്റി നിർത്തുവാൻ കഴിയാത്തതുമായ ഹല്ലേലൂയ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഉൾപ്പെട്ടതും ഹല്ലേലൂയ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ പരമപ്രധാനമായ കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഡെഡാണ്, മരിച്ച അവസ്ഥയിലായിരിക്കും. ആ പ്രാർത്ഥനയിലാണ് തീ ഇറങ്ങുന്നത്. ഒറ്റയ്ക്കായാലും നിന്നാല് അതിൽ റാഞ്ചൽ പക്ഷികളല്ല കടന്നു വരുന്നത്, അതിൽ ഹല്ലേലൂയ തീ ഇറങ്ങി ഹല്ലേലൂയ ശത്രുക്കളെ നിഗ്രഹിക്കുമാറ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആ പ്രാർത്ഥനയിലാണ്. പരിശുദ്ധമായ നാമം ഈ പകലില് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇത്ര പേർ കടന്നു വന്ന് കർത്താവിൻ്റെ മുഖം നോക്കുവാൻ, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ദൈവം ഹല്ലേലൂയ നമ്മെ എത്ര പേരെ കൊണ്ടുവന്നു. അതിനായിട്ട് സ്തോത്രം. ഞാനൊരു വേദഭാഗം വായിച്ച് ദൈവസന്നിധിയിൽ ചില ചിന്തകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന 4 യാക്കോബുമാരിൽ യേശുവിൻ്റെ സഹോദരനായ യാക്കോബാണ് ലേഖനം എഴുതിയത് എന്ന് വ്യക്തമാണ്. യേശുവിനെ ആദ്യം അംഗീകരിക്കാതിരുന്ന യാക്കോബ്. ഹല്ലേലൂയ. നമ്മൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നാം കർത്താവിനെ അംഗീകരിക്കാതിരുന്ന സമയമുണ്ടായിരുന്നു, കർത്താവിനെ അറിയാത്ത സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അറിയുവാനിടയായി, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് നാം ഇവിടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കടന്നു വന്നത്. പിന്നീട് വിശ്വസിക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. യെരുശലേം സഭയിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ മാനിച്ചാലേ അത് മാന്യത കടന്നു വരത്തുള്ളൂ. സ്തോത്രം. ദൈവം യാക്കോബിനെ മാനിച്ചു. ഹല്ലേലൂയ. തൂണുകളിൽ ഒരുവനായി യാക്കോബിനെ മാറ്റി എന്നാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നെഞ്ചത്ത് കരം വെച്ചൊന്ന് പറഞ്ഞേ, നാം എല്ലാവരും വിലപ്പെട്ടവരാണ്, വിലപ്പെട്ടവരാണ്, കർത്താവിന് വിലപ്പെട്ടവരാണ്. ദൈവം നമ്മെ സഭയ്ക്ക് തൂണുകളാക്കി വെച്ചിരിക്കുന്നു. അത് നാം അറിയുന്നില്ലെങ്കിലും കർത്താവ് കാണുകയാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം അത് വീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. തൂണുകളിൽ ഒരുവനായി അവൻ എണ്ണപ്പെട്ടു. ഗലാത്യർ 2:9 കാണുവാൻ കഴിയും. വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഹല്ലേലൂയ. ഏകദേശം 1 മണിക്കൂറുണ്ടെങ്കിലേ അല്ലെങ്കിൽ ഈ മെസ്സേജ് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ട ആ അധികാരത്തിലാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ചിതറിപ്പോയ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഹല്ലേലൂയ. ചിതറിപ്പോയൊരു വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു, ചിതറിപ്പോയവരായിരുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് വായിച്ച ഭാഗത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. യാക്കോബ് 5:13 മുതൽ 16 വരെയാണ് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. അതിൽ 16ന്റെ ബി പാർട്ട് ഒന്ന് നോക്കാമോ? 16ന്റെ ബി പാർട്ട് പ്രധാന ധ്യാന വിഷയമായി നമുക്കിന്ന് പകൽക്കാലം എടുക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. 2 കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ കാണാം. ആരുടെ പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്? എല്ലാവരും പറഞ്ഞ്, ആരുടെ പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്? നീതിമാന്റെ പ്രാർത്ഥന. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്? ശ്രദ്ധയേറിയ പ്രാർത്ഥന. സ്തോത്രം. നാം വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രദ്ധയേറിയ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം മറുപടി തരുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പെട്ടെന്ന് താഴോട്ട് വരാം. വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. ഹല്ലേലൂയ.
പ്രൈസ് ലോർഡ്, സ്തോത്രം. വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മാറ്റി നിർത്തുവാൻ കഴിയാത്തതുമായ ഹല്ലേലൂയ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഉൾപ്പെട്ടതും ഹല്ലേലൂയ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ പരമപ്രധാനമായ കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഡെഡാണ്, മരിച്ച അവസ്ഥയിലായിരിക്കും. ഒരു പ്രാർത്ഥനയുള്ള, ഒരു പ്രാർത്ഥന ജീവിതമുള്ള, തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് പോലെ പോകുന്ന വ്യക്തിക്ക് ഹല്ലേലൂയ ഇതൊന്നും ഹല്ലേലൂയ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഉപവസിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇതൊക്കെ അന്യം, അതായത് ഇപ്പം നിലവിലില്ല. ഉപവാസവും പ്രാർത്ഥനകളൊന്നും നിലവിലില്ല. സ്തോത്രം. ഞാനിങ്ങനെ തീരുമാനിച്ചു ഹല്ലേലൂയ കുറച്ച് നാൾ ദൈവമായിട്ടായിരിക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ശരീരം ക്ഷീണിക്കാം, സ്തോത്രം, മെലിയാം, ഹല്ലേലൂയ, എന്നാൽ ആത്മമനുഷ്യൻ പുഷ്ടിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹം, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുവാൻ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, എൻ്റെ ഉള്ള ആരോഗ്യം ഉപയോഗിച്ച് എനിക്ക് ക്ഷീണമാണെങ്കിൽ അപ്പാ ഞാൻ തയ്യാറാകുന്നു എന്നുള്ള തീരുമാനം കർത്താവ് കാണുന്നു. ഹല്ലേലൂയ. എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഉടനീളം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ പ്രാധാന്യം, ഹല്ലേലൂയ, പ്രാർത്ഥന വീരന്മാർ, പ്രാർത്ഥന പോരാളികൾ എന്നെല്ലാം നമുക്ക് പദങ്ങൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇവരെല്ലാവരും പ്രാർത്ഥിച്ചു. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടോ? കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഇല്ലേ ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇവിടെ യാക്കോബ് 5:13 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലെ 3 സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുവാനായി ഹല്ലേലൂയ യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നോട്ട് കൊണ്ടുവരാം. ഹല്ലേലൂയ. വാക്യം 13 ഒന്ന് വായിച്ചാട്ടെ. ആര് പ്രാർത്ഥിക്കണം? നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥനാ സ്വരം ഉയർന്നു വരുമോ നമ്മുടെ ജീവിതത്തിൽ? ഹല്ലേലൂയ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. കഴിയത്തില്ല. അവിടെയും നമുക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഒരു സങ്കേത നഗരമുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. സങ്കീർത്തന പുസ്തകം 118:8 വായിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കർത്താവ് കേൾക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാം പരാജയപ്പെട്ടിട്ട് അവസാനത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ വെച്ച് അതിൽ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വിടുതലുണ്ടായി എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് അങ്ങനെ കാണരുത് പ്രാർത്ഥനയെ. ഹല്ലേലൂയ. ചില രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഹല്ലേലൂയ ഞാൻ ആ നേർച്ച ചെയ്തു, ഈ നേർച്ച ചെയ്തു, എന്നിട്ടൊന്നും പരിഹാരം ഉണ്ടായില്ല. എന്നിട്ട് അടുത്തുള്ളൊരു അയൽവക്കത്തുള്ള ഒരാൾ പറഞ്ഞു, യേശുവേ എന്ന് വിളിക്ക്. ഞാൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ആ വിഷയത്തിന് മറുപടി ഉണ്ടായി എന്ന്. ഹല്ലേലൂയ. അത് കർത്താവിനെ അറിയാത്തൊരു വ്യക്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞതായ ഹല്ലേലൂയ നാം ഓരോരുത്തരും നമുക്ക് പറയുവാൻ കഴിയണം, മക്കളെങ്കിലോ അവകാശികളാകുന്നു. മക്കളും അവകാശികളുമാ. നമുക്ക് ഏത് സമയത്തും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ, സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ മുരടിച്ചിരിക്കുന്ന അവസ്ഥകൾ കടന്നു വരാം. ഹല്ലേലൂയ. ഞാൻ വെള്ളിയാഴ്ചയിൽ ഇവിടെ ദൈവവചനം പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ പോർഷനാണ് വിനിച്ചാൻ ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. മരിച്ചിരിക്കുന്ന അവസ്ഥകൾ, മന്ദീഭവിച്ചിരിക്കുന്ന അവസ്ഥകൾ, ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് തോന്നുമാറ് ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. ഞൊടിയിടയിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ദാനിയേല് പക്ഷെ ഇതിനിടയിലെല്ലാം പ്രാർത്ഥനയുടെ സ്വരം ഉയർന്നു വരണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മേഖല. എൻ്റെ പൈതൽ, എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ഞാൻ മിണ്ടാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു സഭ ചേർന്ന് പ്രാർത്ഥിച്ചാലോ? ഹല്ലേലൂയ. ദാനിയേലിനെ നമുക്ക് നോക്കാം. ദാനിയേല് ഹല്ലേലൂയ ഒരു വിഷയമുണ്ടായപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചതല്ല, അതൊരു ശീലമാകണം. ഹല്ലേലൂയ. വചനം വായിക്കുന്നത് ഒരു ശീലമാകണം. പ്രാർത്ഥന ഒരു ശീലമാകണം. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ കർത്താവ്. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥനയെ ഒരു ശീലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ആരംഭിക്കണം. ഹല്ലേലൂയ. ദാനിയേൽ അങ്ങനെയാ, ദിവസവും ചെയ്തു വന്നതുപോലെ ഒരു ശീലം.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമുക്ക് താഴോട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. എന്നിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനിടയായി തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുവാൻ ഒത്തിരി പേര് കാണും. ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ, ഒരു വേദനയുണ്ടാകുമ്പോൾ, ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ഇറങ്ങി വരുന്ന ഒരേ ഒരു ആളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കുഞ്ഞെ, സഹോദര, സഹോദരി, മോനെ, മോളെ, എന്താ വിഷയം? ഹല്ലേലൂയ, ഇറങ്ങി വന്ന് സഹായിക്കുന്നതായ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. സങ്കീർത്തനം 46:1 വായിക്കാമോ? സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും ആ ബലവുമാകുന്നു. സങ്കേത നഗരത്തിലേക്ക് നമുക്ക് ഓടിച്ചെന്ന് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. സങ്കീർത്തനം 50:15 വായിക്കാമോ? ഹല്ലേലൂയ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ആ, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. കഷ്ടകാലത്ത് വേദനകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ ഒരേ ഒരു ഇടമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. ഹല്ലേലൂയ. യാക്കോബ് 5:13 ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഞാൻ ആ ഭാഗം അവതരിപ്പിക്കുവാനിടയായിട്ടുണ്ട്. കഷ്ടം വാക്യം 13 ആദ്യം വായിച്ചത്. അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, നിങ്ങളിൽ ദീനമായി സുഖം, കിടക്കുന്നവൻ നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. പാട്ടുപാടട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ കഷ്ടം അനുഭവിക്കുന്ന കാര്യം പറഞ്ഞു, അത് ഇച്ചിരി ദുഃഖകരമായ കാര്യമാണ്. നിങ്ങളിൽ സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അവരെ വിളിച്ചുകൊണ്ട് ആരാധനയ്ക്ക് കടന്നു വരണം. ഹല്ലേലൂയ. അവരൊക്കെ വീട്ടിൽ കടന്നു വരുമ്പോൾ വലിയ സന്തോഷമാണ്, അല്ലേ? എത്ര പേർക്ക് സന്തോഷമുണ്ട് മക്കളൊക്കെ അടുത്തുള്ളപ്പോഴും? ഹല്ലേലൂയ, എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഈ സന്തോഷകരമായ അനുഭവത്തിൽ ഇരിക്കുമ്പോഴും ഹല്ലേലൂയ ആരാധന മുടക്കുന്നവരുണ്ട്. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാധനയ്ക്ക് വരത്തില്ല, ആരാധന മുടക്കുന്നു. സന്തോഷകരമായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, എല്ലാം, ജോലി, പൈസയൊക്കെ കടന്നു വരുമ്പോൾ പതിയെ 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 ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തുടങ്ങുന്നു. പ്രാർത്ഥനയില്ല. നേരത്തെ പ്രാർത്ഥനയുണ്ടായിരുന്നു, നേരത്തെ ഉപവാസമുണ്ടായിരുന്നു, ഹല്ലേലൂയ, കണ്ണുനീരുണ്ടായിരുന്നു, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ സ്തുതിയും സ്തോത്രവും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ കഷ്ടത്തിൻ്റെ അനുഭവത്തിലും കർത്താവിനെ സ്തുതിച്ചതുപോലെ തന്നെ സന്തോഷകരമായ അനുഭവം വരുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. ഹല്ലേലൂയ. സന്തോഷകരമായ അനുഭവം വരുമ്പോൾ പതിയെ 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 നാം പോലും അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. കയറി വരണം അതിലേക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് കുറവ് വരരുത്, പാട്ടിന് കുറവ് വരരുത്. സന്തോഷമുള്ള അനുഭവത്തിലും ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് എന്ത് സന്തോഷമുണ്ടായാലും ഞാൻ എൻ്റെ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആവർത്തന പുസ്തകം 8:11 പെട്ടെന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 8 ഹല്ലേലൂയ 11 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും ഹൃദയത്തിൽ നിഗളം കടന്നു വരാതിരിക്കാനും നിന്റെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കണം. ഓർക്കണം, പുറകിലോട്ട് തിരിഞ്ഞ് ഓർക്കണം. ഹല്ലേലൂയ. അടിമ വീടായ മിസ്രൈമിലായിരുന്നു, കർത്താവിലേക്ക് എന്നെ കൊണ്ടുവന്നു. അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാല് ഹല്ലേലൂയ അനുഗ്രഹം കടന്നു വരുമ്പോൾ, നന്മ കടന്നു വരുമ്പോൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. കഷ്ടങ്ങളിൽ മാത്രമല്ല,
കാരണം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് താഴോട്ട് വരാം. ദീനക്കിടക്കയിൽ രോഗിയായിരിക്കുമ്പോൾ രോഗക്കിടക്കയിൽ പ്രാർത്ഥിക്കണം. ആദ്യം വായിച്ച യാക്കോബിന്റെ ആ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതൊന്ന് വായിക്കാമോ ആ ഭാഗം? നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആ. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ആ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. മതി. രോഗക്കിടക്കയില് മൂപ്പന്മാരെ വരുത്തണമെന്ന്. ഹല്ലേലൂയ. എത്ര പേര് വരുത്തും രോഗക്കിടക്കയിൽ മൂപ്പന്മാരെ? വിളിച്ച് പറയാറുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ശാരീരികമായ ക്ഷീണത്തിലാണ്. ഞാനും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവരോടൊക്കെ മെസ്സേജ് ഇടാറുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാവരും പ്രാർത്ഥിക്കും, ദൈവം വിടുവിക്കുവാൻ ഇടയായി തരും. ഹല്ലേലൂയ. ദീനക്കിടക്കയിൽ മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കണം. പിന്നെ അതിന്റെ ആ താഴോട്ടുള്ള ഭാഗം എണ്ണ വായിച്ചാട്ടെ. എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂപ്പൻ കടന്നു വന്ന് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ എണ്ണ പൂശി പ്രാർത്ഥന? ഹല്ലേലൂയ. കേട്ടിട്ട് പോലും ഇല്ലല്ലേ? ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പനാണ് ഡിമാൻഡ്. മൂപ്പനെ പിടിക്കാനും ഹല്ലേലൂയ കൊണ്ടുപോകാനും പിന്നെ ആൾക്കാർ വേണം. ഹല്ലേലൂയ. അവിടെ മൂപ്പന് പ്രാധാന്യമില്ല, എണ്ണയ്ക്കും പ്രാധാന്യമില്ല. ഹല്ലേലൂയ. അവിടെ ആ താഴോട്ടുള്ള ഭാഗം വായിച്ചേ സിസ്റ്ററെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അതിന്റെ മേളിലോട്ടുള്ള ഭാഗം പ്രാർത്ഥിച്ചപ്പോൾ ആരാ അവിടെ സൗഖ്യമാക്കി? ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് അവരെ എഴുന്നേൽപ്പിച്ചു. ചാക്കോങ്ങൾ പറഞ്ഞു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ, ഞാൻ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ എവിടെ കേട്ടു, ലിറ്റർ കണക്കിന് എണ്ണ, വണ്ടി കണക്കിന് എണ്ണ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് പിന്നെ കച്ചവടമായി മാറുകയാണ്. കച്ചവടം. ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥിക്കുന്ന മൂപ്പനെ പിടിക്കാൻ 5-6 പേര് വേണം. ഹല്ലേലൂയ. എണ്ണ കച്ചവടമായി മാറി. അവിടെ എണ്ണയ്ക്കും മൂപ്പനും പ്രാധാന്യമില്ല. ആരാണ് അവിടെ എഴുന്നേൽപ്പിച്ചത്? രോഗിയായി കിടന്ന വ്യക്തിയെ കർത്താവാണ് എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ക്രെഡിറ്റ് മുഴുവനും ഹല്ലേലൂയ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. അവൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നു. അതാണ് പ്രാധാന്യം. ഹല്ലേലൂയ. പിന്നെ ആ 15-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ആ പോയിന്റ് ഒന്ന് എടുത്തേ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. സ്തോത്രം. നമുക്ക് കടന്നു വരേണ്ട ഒരു പ്രധാന മേഖലയാണ്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 വെള്ളത്തിൽ നിൽക്കുന്ന പോലെ പാടില്ല. 2 വെള്ളത്തിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ കർത്താവെ പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകുമോ? പ്രാർത്ഥിക്കണോ എന്നുള്ള ചിന്തയല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. വിശ്വാസത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുവാനിടയായി തീരും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ദൈവം ശക്തനാണ്, പരമാധികാരിയാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും എന്നെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അവിടെ അത്ഭുതം നടക്കുവാനിടയായി തീരും. 2 കൊരിന്ത്യർ 12:8 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? പൗലോസിലുണ്ടായ ജഡത്തിലെ ശൂലം മാറാൻ വേണ്ടി 3 വട്ടം ഹല്ലേലൂയ പ്രാർത്ഥിച്ചു എന്ന്. മാറിയില്ല. മാറിയോ? മാറിയേ ഇല്ല. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശബ്ദമായിരിക്കും. നാളുകളായി കർത്താവേ ഒരു ഉദാഹരണം വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ചില സമയം ദൈവം മിണ്ടാതിരിക്കും. ആ സമയത്ത് മനുഷ്യൻ കയറി അങ്ങ് പ്രബലനാകും. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രബലത്വം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം മിണ്ടാതിരുന്നാല് നമ്മുടെ നിശബ്ദതയ്ക്ക് ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനിടയായി തീരും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ്. 2 കൊരിന്ത്യർ 12:9. ഹല്ലേലൂയ. 12:9. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. എന്താ കർത്താവ് പറഞ്ഞ? ചില വിഷയത്തിന് മറുപടി ഇല്ലാതിരിക്കുന്നുണ്ടോ? കർത്താവ് മുഖത്ത് നോക്കി പറയുകയാ, എന്റെ കൃപ നിനക്ക് മതി. മതി. മിണ്ടാതിരിക്കും കുഞ്ഞെ, ഞാൻ പ്രവർത്തിക്കും. എന്റെ കൃപ നിനക്ക് മതി. നീ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് മറുപടിയില്ലേ? ശാന്തമായിരിക്കെ. എന്റെ കൃപ നിനക്ക് മതി. അത് എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹോസ്പിറ്റലിൽ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നല്ല ഡോക്ടറെ കാണണം. ഹല്ലേലൂയ. സൗഖ്യം തരുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. രാജിയുടെ വീട്ടിനടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് അവിടെ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായി. ഞാൻ അങ്ങോട്ട് കടന്നുപോയി. അവിടെ വലിയ അക്ഷരത്തിൽ ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, വി കെയർ ഗാഡ് ക്യൂർ. ഹല്ലേലൂയ. നമ്മൾ പരമാവധി എനിക്ക് ആ ഭയങ്കര ടൈറ്റിൽ ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് ആ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. ഹല്ലേലൂയ. ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഹല്ലേലൂയ. നമ്മൾ മാക്സിമം ചെയ്യുന്നു, പക്ഷെ സൗഖ്യം തരുന്ന ആരാണ്?
ദൈവമാണ്. ഹല്ലേലൂയ. ഡോക്ടറെ അടുത്ത് പോകരുതെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല, പോണം. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14, ഹല്ലേലൂയ, 15, 16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് വരാമോ? 14:8 ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാം. 14:8. ആസ ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഇവിടെ നമുക്ക് ആസ എന്ന് പറയുന്ന ഒരു രാജാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ആസ രാജാവ്. ആസായ്ക്ക് 5,80,000 സൈന്യം ഉണ്ടായിരുന്നു. വായിച്ചാട്ടെ, താഴോട്ട് പെട്ടെന്ന് വായിക്കാം. ആസായ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദ്യരും ചെറുപരിച എടുപ്പാനും വില്ലു കൂലപ്പാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീന്യരും ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. മതി. ആ ഭാഗം നമുക്കറിയുന്നുള്ള ഭാഗമാണ്. ഭവനത്തിലോട്ട് പോയിട്ട് നിങ്ങൾ ആ പോർഷൻ വായിച്ചാൽ നന്നായിരിക്കും. ഞാൻ ബ്രീഫായിട്ട് പെട്ടെന്നൊന്ന് പറയാം. ആസ രാജാവിനെ കുറിച്ച് നമുക്കിവിടെ കാണുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിനുണ്ടായിരുന്ന സൈന്യം നാം വായിച്ചു കേട്ടു. ഹല്ലേലൂയ. വായിച്ചു കേട്ടപ്പോഴേ അദ്ദേഹത്തിന്റെ നേരെ സേരഹ് എന്ന് പറയുന്ന ഒരു രാജാവ്, ഹല്ലേലൂയ, 10,00,000 സൈന്യവുമായി കയറി വരികയാണ്. ആസയുടെ എത്ര കുറച്ചേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം ചെയ്തതായ ഒരു കാര്യം എന്താ? ഓടിച്ചെന്ന് ദൈവത്തിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ അനുഭവം. കർത്താവേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഓടിച്ചെന്ന് ആശ്രയിച്ചത് ആരല്ല? ദൈവത്തില. ഹല്ലേലൂയ. ഉടനെ ഒരു പ്രാർത്ഥന. ആ 14:11 വായിക്കാമോ? 2 ദിനവൃത്താന്തം. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്താ ആ വാക്യം ഒന്നോട് പറഞ്ഞേ? ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല എന്ന് ആസ നിലവിളിച്ചു. ഈ നിലവിളി ദൈവസന്നിധിയിൽ എത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ മതി. അതിന്റെ താഴോട്ടുള്ള ഭാഗം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. 16 എന്നാൽ ഹല്ലേലൂയ, യഹോവ കൂശ്യരെ തോൽക്കുമാറാക്കി. നമുക്ക് ആ ചരിത്രം അറിയാന്നുള്ള കാര്യമാണ്. കൂശ്യരെ തോൽക്കുമാറാക്കി. ആ 16:12 വരുമ്പോൾ നമുക്കൊരു കാര്യം കാണാം. അവിടെ ഒന്ന് വന്നാ വായിച്ചാട്ടെ. ആസായ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ഒരു ദീനം പിടിച്ചു. നേരത്തെ സൈന്യം വന്നപ്പോൾ എനിക്ക് കഴിയില്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം വിടുവിക്കുവാനിടയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ ആസ, ഹല്ലേലൂയ, വായിച്ചേ, താഴോട്ട് വായിച്ചേ. ദീനം പിടിച്ചു. ദീനം അതികഠിനമായപ്പോൾ എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയെ അല്ല, ഹല്ലേലൂയ, അവൻ തന്റെ ആ ദീനത്തിൽ യഹോവയെ അല്ല നോക്കിയത്. ചെറിയ രോഗമല്ലേ, മതി സിസ്റ്റർ, താങ്ക് യു. ഹല്ലേലൂയ. ചെറിയ രോഗമല്ലേ എന്ന് പറഞ്ഞ് ആ വൈദ്യനിൽ ചെന്ന് ആശ്രയിച്ചു. ഞാൻ നേരത്തെയും വീണ്ടും പറയുന്നു, വൈദ്യനിൽ ആശ്രയിക്കരുതെന്നല്ല. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലല്ല നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. ചെറിയൊരു വിഷയമുണ്ടാകട്ടെ, വലിയൊരു വിഷയമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആസയുടെ പിന്നീടുള്ള അനുഭവം നമുക്ക് താഴോട്ട് കാണാം. ആസ എന്ത് ചെയ്തു? ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. മരണപ്പെടുവാനിടയായി തീർന്നു. ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ഇറക്കി വെക്കുമ്പോൾ ദൈവം കേട്ട് ദൈവം നമുക്കത് ഹല്ലേലൂയ നീതിയായി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. സങ്കീർത്തനം 105 ഹല്ലേലൂയ 4 വായിക്കാമോ പെട്ടെന്ന്? യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. സ്തോത്രം. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ നമ്മളിൽ നിന്ന്. ദീനം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, യുദ്ധം നേരിടുമ്പോൾ, ഹല്ലേലൂയ, അകത്തുനിന്ന് ഉയരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗം വരുമ്പോൾ, രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവുമാവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവുമാവൻ. ഓ നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. മതി. സ്തോത്രം. പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നാമത് കഷ്ടം വരുമ്പോൾ നാം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. രോഗക്കിടക്കയിലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അടുത്ത് പറയാൻ പോകുന്ന വേഴ്സ് 16 വാക്യം ഒന്ന് വായിക്കാമോ സിസ്റ്ററെ?
എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ മതി മതി. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ആരെങ്കിലും നമ്മുടെ ദൈവസഭയിലോ ചുറ്റുപാടുള്ള സഭകളിലോ നാം ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമോ? കേട്ടിട്ടുണ്ടോ? പക്ഷെ വചനം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കും, തമ്മിൽ ഹല്ലേലൂയ സ്തോത്രം, വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ല. വചനം പറയുന്നു അങ്ങനെ ചെയ്യാനാ പറയുന്നത്. കർത്താവേ സഹോദര, എനിക്ക് ഇന്നൊരു വിഷയമുണ്ടായി, ഞാൻ അറിയാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു വിഷയമുണ്ടായി, അങ്ങനെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആരൊക്കെ പറയും? സ്തോത്രം, ഹല്ലേലൂയ, പറയും. അത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇനി എന്തിനാ മനുഷ്യരോട് പറയുന്നേ എന്ന് പറയും ചിലർ, അല്ലേ? ഇല്ല, ഹല്ലേലൂയ. കൺഫെസ് യുവർ സിൻസ് ടു ഈച്ച് അതർ ആൻഡ് പ്രേ. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് പരസ്പരം കെട്ടിപ്പിടിക്കാനും കരം കോർത്ത് പിടിച്ച് പറയാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ള സഭയെ കടന്നുകൊണ്ട്, സഹോദര, ഞാൻ അറിയാതെ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ദൈവം കാണും. നാം ഹല്ലേലൂയ, ഞാൻ ലോർഡ്സ് ടേബിളിൽ മിക്ക സമയം പറയും, കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി. ഹല്ലേലൂയ. ഓ പാസ്റ്ററെ, ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു, ഇനി എന്തിനാ പിന്നെ അദ്ദേഹത്തോട് പറയുന്നത്? വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിച്ച്, സഹോദര എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ അറിയാതെന്ന് പറഞ്ഞു. ഒരുപാട് വഴികളുണ്ട്. വിശ്വാസികൾ ഇങ്ങനെ പരസ്പരം ചെയ്തിരുന്നതായി വചനം പറയുന്നു. ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പരസ്പരമുള്ള എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ്, പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ പല രോഗങ്ങളും സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ രോഗിക്ക് സൗഖ്യം കടന്നു വരുന്നു. നമ്മുടെ രോഗങ്ങളൊക്കെ മാറാതിരിക്കുന്ന എന്താ? ഇപ്പോഴും കഠിനമായ വേദനകളില്, പ്രയാസങ്ങളില് ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യാക്കോബ് ഹല്ലേലൂയ 5:16 ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, വീണ്ടും വീണ്ടും ഞാൻ ആ പദം എടുത്ത് പറയുക, രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാന്. മതി. അപ്പോസ്തല പ്രവൃത്തി 19:18 ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കണം. വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന തങ്ങളുടെ പ്രവൃത്തികളെയൊക്കെ ഞാൻ ആ പദം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, ആ ഭാഗങ്ങളൊക്കെ. ഹല്ലേലൂയ. തമ്മിൽ പാപങ്ങളെ ഒത്തിരി സ്ക്രിപ്ചർ ഉണ്ട് പറയുവാനായിട്ട്. ഹല്ലേലൂയ. പ്രൈസ്. 2 ദിനവൃത്താന്തം 7:14 ഒന്ന് വായിക്കാമോ? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. നമുക്കറിയാവുന്ന ഭാഗമാണ്, പറഞ്ഞാട്ടെ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ തങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 2:5 ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിച്ചാട്ടെ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇവിടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും വായിച്ചതിലൊക്കെ എടുത്തു പറഞ്ഞത് പാപം കാരണമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഏറ്റു പറഞ്ഞിട്ട്, കർത്താവെ, ലോർഡ്സ് ടേബിളിന് വരുന്നതിന് മുമ്പേ അത് ഏറ്റു പറഞ്ഞിട്ട്, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടപ്പാ, ഞാൻ പച്ചയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ലോർഡ്സ് ടേബിൾ എടുക്കുമ്പോൾ, ഹല്ലേലൂയ, രോഗമുണ്ടെങ്കിൽ ആ രോഗം വിട്ടുപോകുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും, അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. ആമേൻ. സ്തോത്രം. കണ്ണുനീര് തുടയ്ക്കുന്നതായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നീതിമാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന
പക്ഷേ നീതിമാൻ ആരാണ്? പാപമില്ലാത്തവൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹൃദയശുദ്ധിയുള്ളവൻ, നിഷ്കളങ്കൻ. ഹല്ലേലൂയ. അവരെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. സ്തോത്രം. ഈ എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നീതിമാൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് ദൈവം എന്നെ ആക്കി മാറ്റണമേ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 3:2 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? യാക്കോബ് 3:2. നാം എല്ലാവരും പലതിലും നാം തെറ്റിപ്പോകുന്നു. എല്ലാവരും പലതിലും തെറ്റിപ്പോകും. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ആ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ മതി മതി. ശക്തനായി. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. സ്തോത്രം. നമ്മുടെ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒക്കെ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ 2 കൂട്ടരുണ്ട്. ഈ പാപം ചെയ്ത് 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 ഇതൊരു ഹാബിറ്റാക്കി മാറ്റി ഇതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇതിൽ സന്തോഷിച്ചു പോകുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ നിൽക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. പാപം ചെയ്ത് 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 പിന്നെ ഇതൊരു ഹാബിറ്റാക്കി മാറ്റി അതിൽ തന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നവരുണ്ട്. വേറൊരു കൂട്ടരുണ്ട്, ഹല്ലേലൂയ, ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിൽ നിന്ന് മോചനം പ്രാപിച്ച് കയറി വരാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കൂട്ടരെയാണ് കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. സദൃശവാക്യം 24:16 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? നീതിമാൻ 7 പ്രാവശ്യം വീണാലും കണ്ടോ? എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്നവനാണ്, ഉപവസിക്കുന്നവനായിരിക്കാം, കർത്താവിന് വേണ്ടി നിൽക്കുന്നവനായിരിക്കാം. വീഴാൻ സാധ്യതയുണ്ട്, ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, പ്രാർത്ഥനയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അവൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽ. മറ്റവൻ അങ്ങനെയാണോ? അല്ല. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. കണ്ടോ? ഹല്ലേലൂയ. മറ്റേതിൽ ഇങ്ങനെ മുഴുകി മുഴുകി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഏത് കാറ്റഗറിയിലാണ് നാം എന്ന പകൽക്കാലമായി? അപ്പാ നീതിമാനാണെങ്കിൽ വീണുപോയാൽ ഓടിച്ചെന്ന് നെടുമ്പാടെ വീണ് കർത്താവിനോട് ഏറ്റു പറയുന്നു, ക്ഷമിക്കണമേ. ആ മനസ്സാണ് കർത്താവിന് ആവശ്യം. സ്തോത്രം. നീതിമാൻ പെട്ടെന്ന് മടങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടെന്ന് മടങ്ങി വരണം കർത്താവിലേക്ക്. ദാവീദിനെ നമുക്കറിയാം, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു, അല്ലേ? ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിലും പാപം സംഭവിച്ചു, വീണുപോയി. ഹല്ലേലൂയ. പത്രോസിനെ നമുക്കറിയാം, തള്ളി പറഞ്ഞു, അല്ലേ? ഒത്തിരി പ്രാവശ്യം തള്ളി പറഞ്ഞു. എന്നിട്ടും എന്ത് ചെയ്തു? കയറി വന്നു. സ്തോത്രം. നോഹ നീതിമാൻ എന്ന് നാം പറയുന്നു, പാപം ചെയ്തു. സ്തോത്രം. മോശ ഭൂമിയിൽ സൗമ്യനാണെന്ന് പറയുന്നു, ചെയ്തില്ലേ? തെറ്റ് ചെയ്തില്ലേ? സ്തോത്രം. പക്ഷേ ഇവരുടെ ആരുടെയും പെർഫെക്റ്റ് ബിഹേവിയർ കണ്ടല്ല ദൈവം ഇവരെയൊക്കെ ഹല്ലേലൂയ ഇങ്ങനത്തെ ഈ വാക്കുകൾ പറഞ്ഞ് ദൈവം ഉപയോഗിച്ചത്. ഹല്ലേലൂയ. ഇവരെയൊക്കെ ദൈവം നീതിമാൻ എന്നുള്ള കാറ്റഗറിയിൽ പറഞ്ഞു എങ്കിൽ ഹല്ലേലൂയ അവിടെ വിഷയമുണ്ട്. അവർ എന്താ? തെറ്റ് ചെയ്തപ്പോൾ കയറി വന്നു. ഹല്ലേലൂയ. അപ്പാ നെടുമ്പാട വീണു ദൈവസന്നിധിയിൽ എന്നോട് ക്ഷമിക്കണമേ, കുറവുകളുണ്ടായി, കുറ്റങ്ങളുണ്ടായി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്ന് വീണു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവുമായിട്ട് അലയനായി. സ്തോത്രം. വേറെ മനുഷ്യനുമായിട്ട് നമുക്ക് അലയനാവണ്ട. ചിലർ ചിന്തിക്കും, ഞാൻ അപ്പൊലോസിന്റെ വശക്കാരൻ, ഞാൻ പൗലോസിന്റെ വശക്കാരൻ. ആരുമായിട്ടും അലയനാകണ്ട, എൻ്റെ കർത്താവുമായിട്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, അപ്പാ എനിക്ക് എൻ്റെ കർത്താവുമായിട്ട് അലയനായാൽ മതി, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം മതി, അങ്ങിലൂടെ യാത്ര ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിന് സഹായിക്കണം. ലൂക്കോസ് 18:10 പെട്ടെന്ന് വായിക്കാം. അവിടെ 2 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പെട്ടെന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 18:10. ഹല്ലേലൂയ. സ്തോത്രം. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ആ ഒരുത്തൻ പരീശൻ, ആ. മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 വ്യക്തികളെയാണ്. ഒന്ന് ചുങ്കക്കാരനും മറ്റൊന്ന് പരീശൻ. പരീശനും. ഹല്ലേലൂയ. ഈ പരീശൻ നിന്നുകൊണ്ട് പറയുക, ഞാൻ ഉപവസിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ അവസ്ഥകൾ ഇതുപോലെ കടന്നു വരാറുണ്ട്, അല്ലേ? ഞാൻ ഇത്ര നാൾ ഉപവസിക്കുന്നു, ഞാൻ ഇത്ര നാൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഹല്ലേലൂയ. ആ താഴോട്ടുള്ള ഭാഗം പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ വായിച്ചാട്ടെ പെട്ടെന്ന്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 12-ാമത്തെ. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. അപ്പാ അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല.
ഞാൻ പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹല്ലേലൂയ ചുങ്കക്കാരൻ പറഞ്ഞതുപോലെ ഇതിൽ ഏതിലാണ് നാം ആയിരിക്കുന്നത്? പരീക്ഷ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ ആത്മീയനാണ്, കേമനാണ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത് നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു. ഹല്ലേലൂയ. മാറി നിന്നിട്ട് അവൻ വിളിച്ചു പറയുകയാ, ഹല്ലേലൂയ, താഴത്തെ അടുത്ത മനുഷ്യൻ, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് സ്വർഗത്തിൽ പോലും നോക്കുവാനുള്ള പ്രാഗൽഭ്യമില്ലപ്പാ എന്ന് പറയുന്ന ഹൃദയം കർത്താവ് കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അനുദപിക്കാനും ദൈവത്തെ അനുസരിക്കാനും തയ്യാറാണോ? അങ്ങനെയുള്ള ഹൃദയങ്ങളെയാണ് കർത്താവ് കാണുന്നത്. മത്തായി 5:23 പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായി 5:23. ഹല്ലേലൂയ. സ്തോത്രം. ആകയാൽ ആ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ ആ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ബോധം വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. നിരന്നുകൊള്ള മതി. ഹല്ലേലൂയ. നാം ഇവിടെ ആരാധനയ്ക്ക് അങ്ങ് തകൃതി കൂട്ടി ഓടുകയാണ്. ഓടി എവിടെ പോകുന്നു? ഞാൻ ആരാധിക്കാനായിട്ട് പോകുന്നു, ദൈവത്തിന് കൊടുക്കുവാൻ, ഉപവസിക്കുവാൻ, അത് ചെയ്യുവാൻ, ഇത് ചെയ്യുവാൻ ഞാൻ ഓടിയെത്തുകയാണ്. എൻ്റെ ആരോഗ്യം വെച്ച് ഓടിയെത്തുന്നു. ഉള്ളിനകത്ത് മൊത്തം സഹോദരനോട് കയ്പാണ്. സ്വന്തം അപ്പനോട് മിണ്ടത്തില്ല, അമ്മയോട് മിണ്ടത്തില്ല, മക്കളോട് മിണ്ടത്തില്ല, മരുമക്കളോട് മിണ്ടത്തില്ല. ചിലർ ഭയങ്കര സുവിശേഷ പ്രവർത്തന. ഹല്ലേലൂയ. മക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ത് മക്കളെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കടിച്ചു കീറുന്നല്ലോ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അറിയാം. സ്തോത്രം. ആദ്യം യാഗം കഴിക്കാൻ വരുന്നതിന് മുമ്പേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാ? യാഗം കഴിക്കുന്നതിന് മുമ്പേ ഒന്നാമത് യാഗവസ്തു അവിടെ വച്ചിട്ട് വാ, അവിടെ കൊണ്ടുവയ്ക്കേ, വച്ചിട്ട് ആദ്യം നിന്റെ സഹോദരനോട് പോയി നിരന്നിട്ട് വാ. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ധൂപമായി തിരുസന്നിധിയിലെത്തുവാനിടയായി തീരും. ആ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ സ്വർഗം തുറക്കുവാനിടയായി തീരും. ആ പ്രാർത്ഥനയിലാണ് തീ ഇറങ്ങുന്നത്. ഒറ്റയ്ക്കായാലും നിന്നാല് അതിൽ റാഞ്ചൽ പക്ഷികളല്ല കടന്നു വരുന്നത്, അതിൽ ഹല്ലേലൂയ തീ ഇറങ്ങി ഹല്ലേലൂയ ശത്രുക്കളെ നിഗ്രഹിക്കുമാറ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ആ പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നെടുമ്പാട് ദൈവസന്നിധിയിൽ ഒന്ന് വീഴണം. അപ്പാ, കുറവുകൾ ഉണ്ടായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ആ യാഗത്തിന് ദൈവത്തിന് പ്രസാദമുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി 12:5 പെട്ടെന്ന് വായിച്ച് ഞാൻ നിർത്താം. സ്തോത്രം. ഞാൻ ആദ്യം മെസ്സേജ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്ന്. അതിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. വായിച്ചാട്ടെ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ആ സഭ ശ്രദ്ധയോടെ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥന ഹല്ലേലൂയ. കഴിച്ചു പോകുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ ഭാഗം ഒന്ന് പെട്ടെന്ന് എടുത്ത് നമുക്ക് ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഇന്നു മുതൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാറ്റമില്ലേ? ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നപ്പാ, ഇന്നു മുതൽ ഞാൻ ശ്രദ്ധയോടെ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അതിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാറ്റിനും മറുപടി ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ശരിയാമണ്ണം കടന്നു വരേണ്ട മേഖലകളിൽ കൂടെയൊക്കെ കടന്നു വന്ന് ശരിയായ നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, പിന്നെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. നമുക്കെല്ലാവർക്കും സഭയായിട്ട് നമുക്ക് പറയുവാൻ കഴിയണം, ഞാൻ കരം കോർത്ത് പിടിച്ച് യൂണിറ്റിയോടെ ഏക മനസ്സോടെ ഒരു വിഷയം പറയുമ്പോൾ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചർച്ച് ഗ്രൂപ്പിൽ ഇടുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. പൊതുവെ സഭയിലും പറയാറുണ്ട്, പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ശ്രദ്ധയോടെയാണോ പ്രാർത്ഥിക്കുന്നത്? കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാമോ? ഇത്രയും സമയം നാം ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടച്ചിട്ട് കേട്ട ദൈവവചനത്തെ ഒന്ന് വിചിന്തനം ചെയ്യാം. ഞാൻ ഈ മേഖലകളിൽ കൂടെയൊക്കെ കടന്നുപോയി കർത്താവേ. ഹല്ലേലൂയ. വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെയാണോ പ്രാർത്ഥിക്കുന്നത്? ഏക മനസ്സോടെയാണോ പ്രാർത്ഥിക്കുന്നത്? അനുതാപമുള്ള ഹൃദയത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? താഴ്മയുള്ള ഹൃദയത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? പൂർണ്ണ മനസ്സോടെയാണോ പ്രാർത്ഥിക്കുന്നത്?
കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെയാണോ പ്രാർത്ഥിക്കുന്നത്? പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സമർപ്പിക്കാം. ചിലർ പറയും, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു എന്ന്. ആ വ്യക്തിയെ കണ്ട് യാഗം കഴിക്കുന്നതിന് മുമ്പേ യാഗവസ്തുവോടെ വച്ചിട്ട് ചെന്നൊന്ന് സംസാരിച്ചിട്ട് വന്ന്, ഹല്ലേലൂയ, ആ യാഗം ദൈവം പ്രസാദിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റമാനാറാം ധനാരകനാരികനെ. നാം കർത്താവിൻ്റെ മേശയിലേക്ക് നാം അടുത്ത് വരികയാണ്. സ്തോത്രം. തിരുമേശയിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം.